ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈ ദിവസം ഈശോയുടെ ധന്യനാമത്തിൽ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് സുവിശേഷത്തിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനം: ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവത്തെ ഈശോ പറയുന്നത് ഒരു അറിവിലേക്കാണ്. പിതാവിനെയും പുത്രനെയും വ്യക്തമായിട്ട് അറിയുന്നതാണ് നിത്യജീവൻ. ഈ അറിവിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൻ്റെ അറിവല്ല, ബാഹ്യമായ അറിവുകളുടെ തലമല്ല. അറിയുന്ന അറിവ്, കിട്ടുന്ന അറിവ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം, ജീവിതത്തെ പ്രശോഭിക്കണം. അവിടെ നിത്യജീവൻ കിട്ടത്തുള്ളൂ. ഇപ്പം പിതാവിനെയും പുത്രനെയും അറിഞ്ഞ് അവർക്ക് നിൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്താൽ, അവർ പറയുന്ന കാര്യങ്ങൾക്ക് നിൻ്റെ ജീവിതത്തിൽ വില കൊടുത്താൽ, അതാണ് നിത്യജീവൻ. നീ അവരുടെ കൂടെ ആയിരിക്കും. അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. നിന്നെയും പിതാവിനെ എല്ലാം അറിഞ്ഞ് ഈ അറിവിന് ജീവൻ കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ കൃപകൾ നൽകി, സംരക്ഷണം നൽകി നീ ഇവരെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമേ.